മധ്യകേരളത്തിൽ ദശാവതാരം ചന്ദനച്ചാർത്ത് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശ്ശൂരിലെ എറവ് മഹാവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ ഓരോന്നായി ഭഗവത് വിഗ്രഹത്തിൽ ചന്ദനവും അലങ്കാരങ്ങളും ഒക്കെ ചേർത്ത് ഭക്തർക്ക് അവിടെ ദർശിക്കാനാകും. 8 വർഷമായി നടക്കുന്ന ദശാവതാരം ചന്ദനച്ചാർത്ത് കാണാൻ ഭക്തർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ക്ഷേത്രത്തിലെത്താറുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ അവതാരങ്ങളാണ് ഓരോ ദിവസങ്ങളിൽ ഇവിടെ ഭക്തർക്ക് ദർശിക്കാനാവുക. ഇതിനുശേഷം വിശ്വരൂപവും ചന്ദനത്തിലൊരുക്കും. പെരികമനയിലെത്ത മണിനമ്പൂതിരിയുടെ കരവിരുതിലാണ് ഓരോ ചന്ദനച്ചാർത്തും നടക്കുന്നത്. വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദനത്തിനൊപ്പം ചേർക്കുന്ന ചന്ദനത്തിലും അലങ്കാരങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ചന്ദനം അരയ്ക്കുമ്പോൾ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും ചേർക്കും. ഇത് ഔഷധ ഗുണവും സുഗന്ധവും പ്രദാനം ചെയ്യുന്നു. ചന്ദനം തലേ ദിവസം അരച്ചു വെക്കണം. കളഭപ്പൊടി ഉപയോഗിച്ചുള്ള കളഭച്ചാർത്തിൽ നിന്നും വ്യത്യസ്തമാണ് ചന്ദനമുട്ടിയിൽ അരച്ചെടുത്ത ചന്ദനം കൊണ്ടുള്ള ചന്ദനച്ചാർത്തും. ഓരോ ദിവസത്തെയും അവതാരങ്ങളുടെ രൂപഭംഗി ചന്ദനത്തിലൂടെ അണിയിക്കുന്നതിന് മുൻപ് വിഗ്രഹത്തിൽ ആകാരഭംഗിക്ക് വേണ്ടി വരുന്ന ഭാഗങ്ങൾ സൃഷ്ടിക്കാനായി വയനാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഓടമുറിച്ചും കവുങ്ങിൻ പാളകളുമാണ് ഉപയോഗിക്കുന്നത്. മണിനമ്പൂതിരിയാണ് പുലർച്ചെ 2 മണിക്ക് ക്ഷേത്രത്തിലെത്തി ഭഗവാൻ അഭിഷേകം നടത്തിയ ശേഷം ചന്ദനം ചാർത്തി അലങ്കാരങ്ങൾ അണിയിക്കുന്നത്. പ്രധാനമായും ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ദശാവതാരം ചന്ദനം ചാർത്ത് നടത്തുന്നത്. ഭഗവാനെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന അലങ്കാര വസ്തുക്കൾ തനിയെ തന്നെ ഉണ്ടാക്കുന്നു. മധ്യ കേരളത്തിൽ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ്. വെളിച്ചം വന്നുമ്പോൾ അഭിഷേകം കഴിഞ്ഞ് മലർ നിവേദ്യം കഴിഞ്ഞ് ഭഗവാനെ ചാർത്തി 5 മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് ദർശനം നൽകുന്നു. ഭഗവാന്റെ അവതാര ഭാവങ്ങൾ കൺകുളിർക്കെ കണ്ട് സായുജ്യം നേടാനെത്തുന്ന ഭക്തർക്ക് ചന്ദനം ചാർത്ത് ദർശനം നൽകുന്ന അനുഭൂതി വേറെയാണ്. രാവിലെ ചാർത്തിയ ചന്ദനം വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം വിഗ്രഹത്തിൽ നിന്ന് എടുത്തു മാറ്റും. ഇത് അടുത്ത ദിവസം വഴിപാടുകാർക്കും ക്ഷേത്രത്തിലെത്തുന്നവർക്കും നൽകുകയാണ് പതിവ്. അമൃത ന്യൂസ്, തൃശ്ശൂർ.